അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാമല്ലോ. മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. നിന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അതിരെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. Praise God. Therefore, arise, cross this Jordan, you and all these people, to the land which I am given to them, to the sons of Israel. ആകയാൽ നീയും നിന്റെ ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്ന് പോകുവിൻ. എറൈസ്. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മികമായ അനുഭവങ്ങളൊക്കെ ഇന്ന് പ്രഭാതം മുതൽ നമുക്ക് കർത്താവിൽ നിന്ന് അനുഭവിപ്പാനായിട്ടിടയായി. നീണ്ട ഒരു പ്രസംഗത്തിലുപരിയായി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ വളരെ സുവ്യക്തമായിട്ടുള്ള ഇടപെടലുകളെ അനുഭവിപ്പാൻ ഒരുക്കമുള്ളവരായി ചില ദൈവികമായ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരനുഭവമാക്കി ഈ ശുശ്രൂഷയെ നാം ഇന്ന് കാണണം. സാധാരണ ഒരു സഭായോഗത്തിൽ ചെന്ന് സംബന്ധിച്ച് അവിടെ നടക്കുന്ന ശുശ്രൂഷകളിലെല്ലാം ഭാഗമായി പോകുന്നു എന്നതിലുപരിയായി ദൈവത്തെ ആളത്വപരമായി അനുഭവിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. ഒരു മേജർ ട്രാൻസിഷൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ആ ട്രാൻസിഷൻ എന്ന് പറയുന്നത് മോശയുടെ ലീഡർഷിപ്പ് അവസാനിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുമാത്രമല്ല, ജോഷുവയിലേക്ക് അധികാര കൈമാറ്റം നടന്നിരിക്കുന്നു. നമ്മൾ പുറമേ കാണുന്നത് പോലെ ലോകത്തിൽ അധികാര കൈമാറ്റങ്ങൾ നടക്കുന്നത് പോലെ ബുദ്ധിപരമായ ഒരു ഇൻ്റലക്ച്വൽ ജിംനാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളെ പൊളിറ്റിസൈസ് ചെയ്ത് കാര്യങ്ങളെ വക്രീകരിച്ച് അധികാരം പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള കൺസെൻറ്റോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിൽക്കുന്ന ദിവ്യമായൊരു അനുഭവം, അത്തരത്തിലുള്ളൊരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ശുശ്രൂഷ. ഇവിടെ യോശുവ കൃത്യമായി ദൈവവുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ്. എന്നാൽ താൻ ഏറ്റെടുത്തിരിക്കുന്നതായ ദൗത്യം ദുഷ്കരമായ ദൗത്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നാം നോക്കുമ്പോൾ
എല്ലായ്പ്പോഴും നമ്മുടെ മുൻപിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് ടഫ് ടാസ്ക്കാണ്. നമ്മുടെ മുൻപിലുള്ള ഏത് അസൈൻമെൻറ്റുകളും അത് സിമ്പിളായിട്ടുള്ളതല്ല, നോർമലായി ക്രോസ് ചെയ്തു പോകാൻ പറ്റുന്നതല്ല. ഏത് കാര്യത്തിലും അതിൻ്റെതായ വൈഷമ്യങ്ങളും വെല്ലുവിളികളും പ്രയാസങ്ങളുമുണ്ട്. ഹല്ലേലൂയ. ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള അനുഭവമല്ല ജീവിതത്തിൻ്റെ അച്ചീവ്മെൻറ്റ്, ജീവിതത്തിലെ വിജയങ്ങൾ എന്നുള്ളത് നാം അറിയേണ്ടതാണ്. ഹല്ലേലൂയ. ഈസി ഗോയിങ്ങിലൂടെ, ഈസി വോക്കിലൂടെ ലോകത്തിൽ ആരും ഒന്നും നേടിയതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. തുല്യമായ വില കൊടുത്തുകൊണ്ടാണ് ജീവിതത്തിൽ പലതും, പല അച്ചീവ്മെൻറ്റുകളും ദൈവജനം ഈവൻ സെക്കുലർ വേൾഡിൽ പോലും അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വലിയ ഹാർഡ് വർക്കിലൂടെയാണ് യോശുവയ്ക്ക് ഇത്തരത്തിലുള്ളൊരു സ്ഥാനത്ത് എത്തിയതെന്ന് നാം മനസ്സിലാക്കണം. പക്ഷെങ്കിൽ ഇപ്പോൾ മുൻപിലുള്ള ടാസ്ക് തൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതോ, തൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ, അല്ലെങ്കിൽ 40ഓളം വർഷം മോശയുടെ പിന്നാലെ നടന്ന് തന്നെ അസിസ്റ്റ് ചെയ്തത് കൊണ്ടോ നിർവഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. Every era has its own problem. Every era has its own difficulties. ഓരോ സമയത്തും കാലഘട്ടത്തിലും അതിൻ്റേതായ പുതിയ പുതിയ പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ പുതിയ അനുഭവങ്ങളിൽ ദൈവം നമ്മെ നടത്തുമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ നാം നേരിടുന്ന വിഷയങ്ങളും പുതിയതായിട്ടാണ് എപ്പോഴും വരാറുള്ളത്. ഇവിടെ യോശുവയോട് കൃത്യമായി ദൈവം സഹായിക്കുകയാണ്, അവനോട് ആലോചന പറയുകയാണ്. നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം നമ്മളെ അബാൻഡനായിട്ട്, നമ്മളെ ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയുന്ന, പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ഏതെങ്കിലുമൊക്കെ ചില ഇൻസ്ട്രക്ഷൻസും നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് അതുകൊണ്ട് സംതൃപ്തിപ്പെട്ടിട്ട് വേണമെങ്കിൽ മുൻപോട്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരു ദൈവമല്ല. പിന്നെയോ നമ്മുടെ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഒരു നേച്ചർ ഉള്ളതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി നമ്മെ നോക്കി പരിപാലിക്കുന്ന ഒരു പ്രത്യേകത കൂടി നമ്മുടെ ദൈവത്തിനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗൺസിനെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നതായ ഒരുവനുണ്ട്. ഒരുപക്ഷെ നമ്മെ കഴുകൻ കണ്ണുകളെ പോലെ സൂക്ഷ്മമായി നമ്മെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ ലോകം, സമൂഹം, അവൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മുടെ നന്മയാകണമെന്നില്ല, നമ്മുടെ ഗ്രോത്ത് ആകണമെന്നില്ല, നമ്മുടെ പ്രോസ്പെരിറ്റി ആകണമെന്നില്ല, നമ്മുടെ ആത്മിക മുന്നേറ്റമാകണമെന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കണ്ണിലൂടെയുള്ള നോട്ടമുണ്ടല്ലോ, അത് കരുണാർദ്രമാണെന്ന് മാത്രമല്ല നമ്മെ ഏറ്റവും യൂസ്ഫുൾ വെസലാക്കി മാറ്റാൻ, ഹല്ലേലൂയ, ഏറ്റവും ഹൈ കാലിബറോടുകൂടെ നാം ഉപയോഗിക്കപ്പെടുന്നത് കാണാൻ, നാം മാനിക്കപ്പെടുന്നത് കാണാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മളെക്കുറിച്ച് നല്ല ആഗ്രഹമുള്ള ആ ദൈവത്തെ ഹൃദയം തുറന്നൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മറ്റാർക്കും ആഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മനസ്സത്ര മാത്രം വലുതാണ്. ഹല്ലേലൂയ. വിശാലമാണ്. His mind is very broad. His heart is very merciful. ഹല്ലേലൂയ. വളരെ വിശാലമായ ചിന്ത. പല ആളുകളും പറയാണ്ട് എനിക്ക് അത്രയൊന്നും കരുണ കാണിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയൊന്നും മേഴ്സി കാണിക്കാൻ പറ്റില്ല, എനിക്കങ്ങനൊന്നും പറയാൻ പറ്റില്ല, എനിക്കങ്ങനൊന്നും സഹായിക്കാൻ പറ്റില്ല. ലോകമെല്ലാം ഇപ്പോഴും ഇങ്ങനെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഏതറ്റം വരെയും പോയി നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ യോശുവയോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക. ആ പദമൊക്കെ അവിടെ ഉപയോഗിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അത്രമാത്രം താന് വലിയൊരു അസൈൻമെൻറ്റ് കിട്ടിയെങ്കിലും അതിൽ ആഹ്ലാദിക്കാൻ കഴിയുന്നില്ല. കാരണം വലിയ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ, കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ മോശയെപ്പോലൊരു ലെജൻഡിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പിറുപിറുത്ത വലിയൊരു സമൂഹമാണ് തൻ്റെ പിന്നാലെ ഉള്ളത്. ഹല്ലേലൂയ. മോശയെപ്പോലൊരുത്തന് പിടിച്ചു നിൽക്കാൻ ഒരുപാട് വൈഷമ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ കഴിവ് കൊണ്ട് എലോൺ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെങ്കിൽ ദൈവം അവനോട് പറയുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ പദങ്ങൾ വേർഡ് ബൈ വേർഡായിട്ട് വ്യാഖ്യാനിക്കുവാനല്ല ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. അതിലുപരിയായി
ഒരു ദൈവിക ശുശ്രൂഷയുടെ തലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ ഇന്ന് തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ താഴോട്ട് ആ വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അവനോട് പറയുകയാണ്, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഇതാരാ പറയുന്നേ? ദൈവമാണ് പറയുന്നത്. നാം ഓർക്കണം, ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ഗ്യാരൻ്റിയുണ്ട്. ഹല്ലേലൂയ. പിന്നെയോ ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ജീവകാലത്തൊരിക്കലും ഒരുത്തനും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ലെന്ന് ദൈവം അവനോട് പറയുമ്പോൾ ഓർക്കണം, ആ ഒരു ദൂതിനകത്ത് സകല കാര്യങ്ങളുമുണ്ട്. ഹല്ലേലൂയ. അവന് അന്ത്യം വരെയും അവൻ്റെ ആ ശുശ്രൂഷ കാലയളവ് ഏറ്റവും നന്നായി ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും പ്രോമിസസും ആ ചെറിയ വാക്കിൽ അടങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ദൈവ പൈതൽ നടുങ്ങിയും നുറുങ്ങിയും ഭാരപ്പെട്ടും കണ്ണീരൊഴുക്കിയും മുൻപോട്ട് പോകാനുള്ള പാതയെ കൃത്യമായി കാണാൻ കഴിയാതെ വിസിബിലിറ്റി ഇല്ലാത്ത അനുഭവത്തിൽ അൺസർട്ടൺ നേച്ചറിൽ ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, ദൈവ പൈതലെ, നിനക്ക് തന്ന വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തം മതി. അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട് നിനക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തികളും. അതിന്മേൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മോശ യോശുവയുടെ സമയത്ത് അവനോട് പറഞ്ഞു, ധൈര്യമുള്ളവനായിരിക്കണം. വലിയ അർത്ഥമാണ് അതിനുള്ളത്. പലപ്പോഴും നമ്മുടെ ധൈര്യം ചോർന്നു പോകും. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ പതറിപ്പോകും. എല്ലാ ആശയും കൈവിട്ടു പോകുന്നത് പോലെ തോന്നും. ഈ സമയത്ത് ദൈവം അവനോട് പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും, പക്ഷെങ്കിൽ നീ എന്ത് ചെയ്യരുത്? പതറാൻ പാടില്ല, പതറാൻ പാടില്ല. ഒരു ദൂതാണ്, നീ പതറാൻ പാടില്ല. ഇന്നത്തെ ചുറ്റുപാടിനെ കണ്ടുകൊണ്ട് ദൈവ പൈതൽ പതറാൻ പാടില്ല. ഇന്നത്തെ ചുറ്റുപാടിനെ കണ്ടുകൊണ്ട് ദൈവ പൈതൽ നിരാശപ്പെടാൻ പാടില്ല. സടകുടഞ്ഞ് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. അവൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ് തന്നെ അതിനെ കൺഫേം ചെയ്യുന്ന ഒരു ദൈവം ഈ പകൽ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളത് നാം നന്നായി അറിയട്ടെ. അവനോട് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം നീ പ്രമാണിച്ച് നടക്കണം. ഹല്ലേലൂയ. എല്ലാ സമയത്തും ദൈവത്തിൻ്റെ വചനം നിൻ്റെ വായിലുണ്ടായിരിക്കണം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? നീ മാറരുത്. ഇന്ന് പകൽക്കാലം ആ വചനം ഒന്ന് എല്ലാവരും പറയണം. ഓൺലി ബി സ്ട്രോങ് ആൻഡ് വെരി കറേജിയസ്, ബി കെയർഫുൾ ടു ഡു അക്കോർഡിംഗ് ടു all the law which Moses my servant commanded you. Do not turn from it to the right or to the left, so that you may have success wherever you go. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നീ പോകുന്ന എല്ലാ വഴികളിലും ശുഭമായിരിക്കാൻ, സുഖമായിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. അത് നീ പ്രമാണിച്ച് നടക്കണം. ഇതാണ് ആ സുവിശേഷത്തിൻ്റെ അന്തസത്ത. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വിജയങ്ങളെ കാണാൻ, ദൈവികമായ നടത്തിപ്പുകളെ അനുഭവമാക്കുവാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവവചനത്തിൻ്റെ വക്താക്കളായും അതിനെ അനുസരിക്കുന്നവരായും അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവരായി നിൽക്കാൻ നമുക്കിടയാകണമെന്നുള്ളതാണ്. ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവമാക്കുവാൻ ഇൻ ബിറ്റ്വീൻ there is no shortcut at all. അതിൻ്റെ മധ്യത്തിൽ വേറൊരു കുറുക്ക് വഴികളുമില്ല. ദൈവവചനത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരിക, ദൈവവചനത്തിൻ്റെ പൂർണ്ണതയിൽ നിൽക്കാനായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഒരു ദൈവ പൈതലിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. അവൻ എനർജി സംഭരിക്കുന്നതും ധൈര്യം പ്രാപിക്കുന്നതും ശക്തി പ്രാപിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകല് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം.
ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും നാം കടന്നു വരുമ്പോൾ നമ്മളിലൊരു മാറ്റമുണ്ടാകാൻ, എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ വരുത്തേണ്ടതെന്ന് ദൈവാത്മാവ് നമ്മെ കറക്റ്റ് ചെയ്യുന്ന തലങ്ങളിൽ ഒരു കറക്ഷന് വിധേയരായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ വലിയ മാറ്റങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം നാം പ്രത്യേകം അറിയട്ടെ. ഹല്ലേലൂയ. മാറ്റം എൻ്റെ ജീവിതത്തിൽ വരാത്തത് എന്താണ് എന്ന് പലരും ചിന്തിക്കുന്നെങ്കിൽ അതിന് 1, 2, 3 കാരണങ്ങൾ പറഞ്ഞാൽ, ഇതെല്ലാം മൂന്ന് പ്രധാന പോയിന്റുകൾ പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ ഒരു സമർപ്പണം, നമുക്ക് ചേഞ്ചാണ് ഉണ്ടാകേണ്ടത്. എല്ലായ്പ്പോഴും നമുക്ക് മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനം ധ്യാനിച്ചപ്പോൾ സന്ധ്യാപ്രാർത്ഥനയിൽ കർത്താവ് പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസേ, നിന്റെ കാൽ ഞാൻ കഴുകിയില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ടൊരു കഴുകൽ ആവശ്യമാണെങ്കിൽ, ഒരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ, ഒരു കറക്ഷൻ ആവശ്യമാണെങ്കിൽ അതിനകത്തൊരു കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലാം. മുടിയനായ പുത്രനെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാൻ, മാറോട് ചേർത്തണയ്ക്കുവാൻ, ദൈവിക സന്തോഷത്തിലേക്ക് കൈ കൊണ്ടുവരുവാൻ അവൻ ഒരുക്കമുള്ളവനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് മറ്റെങ്ങും കിട്ടാത്തൊരു കാര്യം. അതാണ് ഹല്ലേലൂയ. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ വേറെ എങ്ങും നമുക്ക് കിട്ടില്ല. എന്നാൽ ദൈവത്തിൽ നമുക്ക് എന്തുണ്ട്? പൂർണ്ണമായ സൊല്യൂഷനുണ്ട്. മോശയും സാധാരണ മനുഷ്യനെ പോലെ ബലഹീനതകളുള്ള ആളായിരുന്നു. എന്നാൽ ദൈവത്താൽ നയിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നടത്താനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ള സമർപ്പണത്തിലേക്ക് താൻ വന്നു കഴിഞ്ഞപ്പോൾ സിനാരിയോ മാറി. ബിക്കോസ് ഓൾമൈറ്റി ഗോഡ് ഹീ സ്റ്റാർട്ടഡ് ടു ലീഡ് ഹിം. അവനെ നയിക്കാൻ ദൈവം തുടങ്ങി. നമ്മളെ ദൈവം നയിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ വന്നാലും ദൈവം നമ്മളെ കൊണ്ടുവന്ന് എത്തേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ ലീഡ് ചെയ്യണമേ. എൻ്റെ സ്വയബുദ്ധി കൊണ്ടുള്ള ചിന്തകളിൽ ഉപരിയായി ഞാൻ പ്രാർത്ഥിക്കാൻ പായിലിരിക്കുമ്പോൾ, ഞാൻ ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നിൽ തരുന്നതായ ആലോചനകൾ ഏത് വിധത്തിലുള്ളതായാലും അതിനെ സ്വീകരിച്ചുകൊണ്ട് വളർച്ചയുടെ പാതയിലേക്ക് പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവിടെ ചേഞ്ചുകൾ നടക്കും. കാരണം നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ വഴികളിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ പ്രത്യേകമായ വഴികൾ വേണമെന്നുള്ളത് എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? പ്രിയമുള്ളവരെ, നമ്മുടെ എത്ര കഴിവുകൊണ്ട് നമുക്കൊരു 10 ആയുസ് തന്നാലും നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നും നമുക്ക് ലോകത്തിന് മറുപടി കൊടുക്കാൻ കഴിയത്തില്ല. നമ്മൾ ഇൻസൾട്ടായ മേഖലകൾ കാണും. നമ്മൾ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടതും ചെറുതാക്കപ്പെട്ടതും തള്ളപ്പെട്ടതും മാറ്റി നിർത്തപ്പെട്ടതും അവഹേളിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതുമായ ഒരുപാട് തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. നമ്മുടെ മിടുക്കുകൊണ്ട് അതിനോട് കോമ്പറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കത്തില്ല. പക്ഷേ വളരെ കൃത്യമായി സ്വീറ്റ് റിപ്ലേസ് അതാത് സമയങ്ങളിൽ തരാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവമാണ്. കൃത്യമായിട്ട് മറുപടികൾ, അതിൻ്റെ സ്ഥാനത്ത് മറുപടികൾ നൽകുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ഒരു റിവഞ്ച് എടുക്കുന്ന ദൈവമാണെന്നല്ല പറയുന്നത്. പിന്നെയോ തൻ്റെ ഭക്തരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാണ്. തൻ്റെ ഭക്തരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൂതുകളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ. നിനക്ക് മറുപടി അവൻ്റെ പക്കലുണ്ട്. ഓ, നിനക്ക് വഴികൾ അവൻ്റെ പക്കലുണ്ട്. നിന്റെ കണ്ണീര് തുടയ്ക്കാനുള്ള വഴികൾ അവൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം കാണാൻ എല്ലാ പ്രൊവിഷനും അവൻ്റെ കരങ്ങളിലുണ്ട്. ഇന്ന് പകൽ ദൈവജനം അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് ചെല്ലുക. വളരെ കൃത്യമായിട്ട് ദൈവം യോശുവയെ ബലപ്പെടുത്തുകയാണ്.
യോശുവ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ആ ഹൗസ് ഡെഡിക്കേഷനിൽ കേട്ടു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതൊരു കൃത്യമായ സമർപ്പണത്തിൻ്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ആരാധനയിലും പ്രാർത്ഥനയിലും ആ സമയങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഭക്തിയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഓരോ കാര്യങ്ങളിലും നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഇവയിലെല്ലാം അത് നമ്മുടെ സ്റ്റെപ്പുകളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ വിചാരങ്ങളിലെല്ലാം അത് കൃത്യമായി റിഫ്ലക്റ്റ് ആകാൻ ഇടയാകണം. ഇവിടെ അത് മാത്രമേ ദൈവം യോശുവയോട് പറയുന്നുള്ളൂ. യോശുവയ്ക്ക് ഒരുപാട് പേടിയുണ്ട്. ദൈവം ആദ്യമേ പറഞ്ഞ് ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെയും ഇരിക്കും. യേശു കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ഹല്ലേലൂയ. ജീസസ് ക്രൈസ്റ്റ് ഈസ് യെസ്റ്റർഡേ അലൈവ്, യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ അവൻ ഇന്നലെ ചെയ്തൊരു പ്രവൃത്തി ഇന്നും അവൻ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ അവൻ ബർത്തലോമായിയെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്നും അവനത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 38 വർഷം കുളക്കരയിൽ സൗഖ്യമില്ലാതെ കിടന്നവൻ്റെ അടുക്കൽ മനസ്സലിവോടെ വന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തി അയച്ചെങ്കിൽ ഇന്നും അവനത് ചെയ്യുമെന്നാണ് പറയുന്നത്. നയനയിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൾക്ക് കൊടുത്തെങ്കിൽ അവൻ ഇന്നും അത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീയെ ഹല്ലേലൂയ പൂർണ്ണ ആരോഗ്യവതിയുള്ളവളാക്കി പൂർണ്ണ സൗഖ്യമുള്ളവനാക്കി തീർത്തെങ്കിൽ അവൻ ഇന്നും അത് ചെയ്യുന്നതാണ് പറഞ്ഞത്. ലാസർ മരിച്ച് 4 ദിവസമായി ആറ്റം വെക്കാൻ തുടങ്ങി. അവനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്നും അവനത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഇന്നും അവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഇന്നും അവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. അവൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല, അവൻ്റെ വീര്യം കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് പകൽ ദൈവ പൈതലേ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകളെ പ്രാപിക്കാം. ഓ ഹല്ലേലൂയ. ഈ പകൽ ദൈവിക വിടുതൽ തന്റെ ജനത്തിൽ വ്യാപരിക്കട്ടെ. Glory be to God. ഹല്ലേലൂയ. ദൈവം കൂടെ ഇരുന്ന് അതേ സെൻസിലാണ് ദൈവം ഇവിടെ കൂടെ ഇരിക്കുന്നത്. ലോങ് ജേണിയാണ്, പക്ഷേ ആ ലോങ് റൂട്ടിൽ ദൈവം കൂടെ ഇരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശ വന്നപ്പോഴും ഒരുപാട് അന്യരാജ്യങ്ങൾ, ജാതീയ രാജാക്കന്മാർ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കിതൊന്നും വലുതായിട്ട് അറിയേണ്ടി വന്നില്ല. അവരുടെ ഫോക്കസും അവരുടെ ചിന്തകളുമെല്ലാം ദൈവത്തിലാണ്. ദൈവത്തിൽ ഒരു റിയൽ സറണ്ടർ എക്സ്പീരിയൻസ് നമ്മിൽ ഉണ്ടായാൽ ശത്രുവിനെ കൂടുതൽ പേടിക്കേണ്ടി വരത്തില്ല. ഇല്ലെങ്കിൽ കൂടുതൽ സമയം രോഗഭയത്തിലായിരിക്കും, ഇല്ലെങ്കിൽ കൂടുതൽ സമയം മരണഭയത്തിലായിരിക്കും, ഇല്ലെങ്കിൽ കൂടുതൽ സമയം ഇല്ലാത്തതെല്ലാം പിടിച്ചുകൊണ്ട് വന്ന അന്നസസറി ആയിട്ടുള്ള ടെൻഷനിലൂടെ എനിക്ക് എന്തു ഭവിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. എന്നാൽ ദൈവത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലഭിക്കുന്ന സമയങ്ങൾ ദൈവത്തിനു വേണ്ടി മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ, അവൻ്റെ വേലയുടെ ഭാഗമായിക്കൊണ്ട് ആത്മാർത്ഥതയുള്ളതായ സാക്ഷ്യ ജീവിതം നയിപ്പാൻ ദൈവജനം തയ്യാറായാൽ ഹല്ലേലൂയ സ്തോത്രം, അവർ നിരാശപ്പെടേണ്ടി വരേണ്ടത് മാത്രമല്ല, അവരുടെ മുൻപിൽ വെല്ലുവിളി എങ്ങനെയുള്ളതായാലും വെല്ലുവിളി അവർക്ക് ഓർക്കാൻ നേരമില്ല, അവരറിയത്തില്ല. ഒരു വഴിയായിട്ട് വന്ന 7 വഴിയായി ശത്രു പിരിഞ്ഞു പോകും. പക്ഷേ ഭക്തൻ പിന്നെയും റിമൈൻ സ്റ്റേണായി ദൈവസന്നിധിയിൽ നിൽക്കും. ഹല്ലേലൂയ. ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ? നമ്മൾ പോലും അറിയാതെ എത്രയോ 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 ട്രാജിക്കായിട്ടുള്ള കോൺസ്പിരസിയും ഏതെല്ലാം വിധത്തിലുള്ള ഗൂഢാലോചനകളും ഏതെല്ലാം വിധത്തിലുള്ളതായ വെല്ലുവിളികളും ഏതെല്ലാം വിധത്തിലുള്ള തന്ത്രങ്ങളും നമ്മൾ പോലും അറിയാതെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളൊന്ന് വന്ന വഴികൾ ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും, ഉയർന്നു വന്നിട്ടുണ്ടാകും. നമ്മൾ പോലും അറിയാതെ നമ്മളെ കരുതിയിട്ടുള്ളതും. ഹല്ലേലൂയ സ്തോത്രം. ഈ മിസൈലുകളൊക്കെ വന്നിട്ട് പ്രയോജനം കാണാതെ പോയിട്ടില്ലേ? ഹല്ലേലൂയ. അതുപോലെ ഒരു അയൺ ഡോം പോലെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഭക്തനെ കോട്ട കെട്ടി കർത്താവ് കാക്കും, ദൈവ പൈതലിനെ കാക്കും. മിസൈലുകൾ വരുമെന്ന് വരത്തില്ലെന്നല്ല അർത്ഥം, വരും, പക്ഷെ നീ അതറിയത്തില്ല. ഹല്ലേലൂയ. നീ യഹോവയുടെ ശക്തിയിലും മഹത്വത്തിലും ഹല്ലേലൂയ ബലപ്പെട്ടുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകും. പുതിയ പാട്ട് പാടിക്കൊണ്ട് മുൻപോട്ട് പോകും. ഓരോ ദിവസവും പുതിയ പാട്ടുകൾ, ഓരോ ദിവസവും പുതിയ സാക്ഷ്യങ്ങൾ, ഓരോ ദിവസവും ദൈവത്തിൻ്റെ പ്രത്യേക നടത്തിപ്പുകൾ അനുഭവ
പ്രാപിച്ചുകൊണ്ട് ദൈവമൈതൽ മുൻപോട്ട് പോകും. ഓ, ഈ സ്ട്രാറ്റജിയാണ് യോശുവയ്ക്ക് ദൈവം കൈമാറുന്നത്. നീ എൻ്റെ വചനത്തിൽ നിൽക്കൂ, നീ എൻ്റെ വഴികളിൽ നിൽക്കൂ, നീ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ എന്നിൽ നിൽക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് യോശുവ പിന്നീടുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃത്യമായി ദൈവം അതിൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ദൈവം സംസാരിക്കുന്ന വചനങ്ങൾക്കനുസരിച്ച്, ആലോചനകൾക്കനുസരിച്ച് യോശുവ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, മോശയേക്കാൾ അധികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് കിട്ടുന്ന അറിവുകളും നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻസും നമുക്ക് കിട്ടുന്ന എൻകറേജ്മെൻറ്റും ഒക്കെ അടുത്തൊരു ലെവലിലേക്ക് കയറാൻ പര്യാപ്തമായതായിരിക്കണം. അതിനറിയണമെങ്കിൽ മോശ ചെയ്തതും, മോശ ഒരു സ്റ്റാൾവേർട്ട് തന്നെയായിരുന്നു, സമ്മതിക്കുന്നു. എന്നാൽ മോശയിലൂടെ വെളിപ്പെട്ടതിനേക്കാളും അത്യന്തം അധികമായ പെക്യൂലിയറായിട്ടുള്ള മിനിസ്ട്രീസ് യോശുവയിൽ വെളിപ്പെട്ടു. കാരണം എന്താണ്? ദൈവം പറഞ്ഞതുപോലെ നിന്നു. അത് നമ്മൾ അറിയണമെങ്കിൽ ഏലിയാവ് മാറ്റി നിർത്താൻ കഴിയാത്ത പ്രോഫറ്റാണ്. ശക്തമായ ദേശത്ത് പ്രാർത്ഥിച്ച് 3 വർഷം മഴ നിർത്തിയ ആളാണ്. 400 ബാലിൻ്റെ പ്രവാചകന്മാരെ കർമ്മേലിൽ വെച്ച് വെട്ടി വീഴ്ത്തിയതാണ്. ആരാധന, അന്യാരാധനയെ നീക്കി യഥാർത്ഥമായ ആരാധനയെ കൊണ്ടുവന്ന ആളാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ദൈവ പൈതൽ ഓർക്കണം, ഹല്ലേലൂയ, പിന്നത്തേതിൽ എലീശ വന്ന വരവുണ്ടല്ലോ, എലീശ ഡബിൾ പോർഷനാണ് ചോദിച്ചേ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മൾ പരിചയിച്ച് വളർന്നു വന്ന നമ്മുടെ ചുറ്റുപാടുകളും ആത്മിക പശ്ചാത്തലത്തിൽ നമ്മൾ എന്താണ് നേടിയിരിക്കുന്നത്? ഇന്നലത്തേക്കാൾ അധികമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? ഹല്ലേലൂയ. ഇന്നലത്തേക്കാൾ അധികമായ ദൈവകൃപയുടെ അനുഭവത്തിൽ ഈ കാലഘട്ടത്തെ വെല്ലാൻ പര്യാപ്തമായ ദൈവകൃപ പ്രാപിക്കാൻ എത്ര പേര് താല്പര്യപ്പെടുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഇതുവരെ ലഭിച്ചതായ ആത്മിക പ്രശിക്ഷണത്തിൽ നിന്നും ഒരുപടി കൂടെ മുൻപോട്ട് കുതിക്കാനുള്ളതായ വ്യക്തിരത എത്ര പേർക്കുണ്ട്? അങ്ങനെയുള്ളവരിലാണ് ദൈവം വളർച്ചയയക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ പറയാത്തൊരു കാര്യം യോശുവ ചെയ്തു. ഹല്ലേലൂയ. മോശ ഹിംസെൽഫ് ഹി വാസ് എ ഫാമിലി ഹോൾഡർ. പക്ഷെങ്കിൽ മോശയുടെ സിറ്റുവേഷൻ എല്ലാം ഫാമിലി കുറച്ച് സമയത്ത് 2 പ്ലേസിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ യോശുവയുടെ സമയത്ത് വന്നപ്പോൾ ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. രക്തത്താൽ ജയം, അത് കൂടുതൽ കളക്റ്റീവായിട്ട് അതിൻ്റെ എനർജി ദൈവിക ദൗത്യ നിർവഹണത്തിന് ഉപയോഗിച്ചു. നമുക്ക് തന്നിരിക്കുന്ന വിവാഹവും വിവാഹബന്ധങ്ങളും നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യലും ചുറ്റുപാടുകളുമെല്ലാം ദൈവം അറിഞ്ഞാ തന്നേന്നൊന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അബദ്ധം പറ്റി തന്നതല്ല. ഇതിനൊക്കെ ഒരു കളക്റ്റീവ് ഫോമിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഹല്ലേലൂയ സമ്മതിച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞാട്ട്. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതല്ല, ദൈവം അറിഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. അത് ശക്തമായ ദൈവിക ദൗത്യ നിർവഹണത്തിനാണ്. ഓ ഹല്ലേലൂയ. യോശുവന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ട് വളരെ സ്റ്റഡി ആയിട്ടുള്ളതായ ഫേമായിട്ടുള്ള ഒരു മിനിസ്ട്രിയിലൂടെ അദ്ദേഹം കടന്നുപോയി. അത് എല്ലാ കാര്യം, കാരണം ചെറിയ ടാസ്ക് അല്ലല്ലോ. അപ്പോൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റി നമ്മളിൽ ഉണ്ടാകണം. അതൊരു പാഠമായിരിക്കട്ടെ. ഇതുവരെ പ്രാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്തൊരു ലെവലിലേക്ക് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ തന്നെ ഒരു വലിയ ആഹ്വാനം, ഒരു ക്ലാരിയൻ കോൾ ദൈവം ഇവിടെ തരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എത്രയോ പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ എത്രയോ ശക്തന്മാരായ ശുശ്രൂഷിക്കുന്നവരുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു മലയാളം കമ്മ്യൂണിറ്റി മാത്രം എടുക്കാം. നമുക്ക് അറൗണ്ട് ദ വേൾഡ് അങ്ങ് വിട്ടിട്ട് നമ്മുടേത് നോക്കാം. ശക്തമായി ശുശ്രൂഷിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മ പ്രേരണയിലാണ് ഞാനിത് പറയുന്നത്. ഹല്ലേലൂയ. മേരി കോവൂരും അതുപോലെ തുടങ്ങിയ അനേക സ്ത്രീരത്നങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന്. ഹല്ലേലൂയ. ശക്തന്മാരായ അഭിഷക്തന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ പറയുന്നു, ആത്മപ്രേരണയാൽ പറയുന്നു, ഇതിനകത്തുനിന്നും ശക്തന്മാരായ ശക്തമതിമാരായ ഇവാഞ്ചലിസ്റ്റുമാര്, സുവിശേഷ പ്രഘോഷകര് എഴുന്നേൽക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്?
കർത്താവേ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഉയരട്ടെ. അടുത്തൊരു തലത്തെ സ്വപ്നം കാണാൻ എത്ര പേർ തയ്യാറാകുന്നു? ഓ ഹല്ലേലൂയ. യോശുവ കൂടാരത്തെ വിട്ടു പിരിയാതെ നിന്നു. അതാണ് അസൈൻമെന്റിലേക്ക് വന്ന ദൈവം തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞായറാഴ്ച വരുമ്പോൾ മാത്രമുള്ള ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനിയുടെ ആത്മീയ ആരാധന ശുശ്രൂഷയും ദൗത്യം തീർന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ തെറ്റുപറ്റി. ഇല്ല, ഓരോ സമയങ്ങളിലും നിങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് കൈത്താങ്ങൽ കൊടുക്കാനെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ചെയ്തു കൊള്ളണം. ഒരു ചൂലെടുത്ത് തൂക്കുവാൻ അവസരം കിട്ടുന്നെങ്കിൽ അത് ചെയ്തോണം. ദൈവനാമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ചെറിയ കാര്യങ്ങളും ഈ പുൾപിറ്റ് പ്രസംഗത്തെക്കാൾ വിലപ്പെട്ടതാണ്. ദൈവം അതിന് വില കൊടുക്കുന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ല, സമയത്തിൻ്റെ പരിമിതി. എന്നാൽ ദൈവാത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായി പറയുന്നു, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത്രയും എൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കർത്താവ്, നമ്മെ സഹായിക്കുന്ന കർത്താവ്, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവാത്മാവ് അങ്ങനെ എനിക്കൊരു പ്രചോദനം തരികയാണ്, ഒരു പ്രേരണ തരികയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിനായി ജീവിക്കാൻ ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും, ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിൽക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടുകൂടെ ഇന്ന് പകൽ ദൈവ പൈതലിൻ്റെ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ട്. ഇത് ഷോർട്ട് പ്രെയറാണ്, ചില മൈക്രോ സെക്കൻഡുകൾ മാത്രമേ നീളുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഇതിൻ്റെ സമർപ്പണത്തിന് മേൽ അവൻ പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെട്ടറിയിക്കുന്നു. ഓ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മൗനമായിരിക്കേണ്ട, ഫലം കാണുന്ന പ്രാർത്ഥനയാണ്. ഉടരവൽക്കമുട ശമരഹസ്തര ദിബൽക്കമനഗസ്യ. എല്ലാ ധരങ്ങളും തുറക്കട്ടെ, എല്ലാ ധരങ്ങളും തുറക്കട്ടെ. മടി കൂടാതെ കൃപാസനത്തിലേക്ക് ചെന്നാട്ട്, ധൈര്യത്തോടെ ചെന്നാട്ട്. ജുഡൽക്കവല ശബലഗസ്യ. നീ ചിന്തിക്കുന്നതിനപ്പുറമായ ഒരു തലം ദൈവം നിനക്ക് വേണ്ടി കാണുന്നുണ്ട്. നീ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായ വിശാലത നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടവന്. ഓ സ്തോത്രം. നീ ഇന്ന് ചെരുങ്ങിയ ചുറ്റുപാടാണ് ചിന്തിക്കുന്നത്, എന്നാൽ നിനക്കൊരു വിശാലതയുണ്ട്, നിനക്കൊരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. ഓ നിനക്ക് ഫലം ശേഖരണത്തിനുള്ളൊരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവിടെ തലമടക്കിയിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം അനുകൂലമായി ശക്തിയോടെ വെളിപ്പെടട്ടെ. ഓ പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, ആകാംക്ഷ നിറഞ്ഞ ജീവിതത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി. കർത്താവേ, ഈ ഹാളിലിരിക്കുന്ന ഏറ്റവും ചെറിയ കുഞ്ഞു മുതൽ എല്ലാവരെയും ഓരോരുത്തരെയും പേരായി സമർപ്പിക്കുന്നു. വിശേഷപ്പെട്ട ചില ദൈവപ്രവർത്തികൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ചില രോഗശക്തികളുടെ മേൽ അതുമായി ബന്ധപ്പെട്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ഈ അനുഭവങ്ങൾ ഈ പകൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ ബന്ധനങ്ങളുടെ തലങ്ങൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ വെല്ലുവിളികൾ മാറട്ടെ. ഉടർക്കമനഘടകസ്യ. ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന വെല്ലുവിളികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, വിട്ടുമാറട്ടെ. ഉടർക്കമനഘസ്യ. ഭീതിതമായ അന്തരീക്ഷം, ചിരിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഡിപ്രസാക്കുന്ന അനുഭവങ്ങൾ, എവരി ഡിപ്രഷൻ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ചുടാബാല ഷമാ സദാര റാഖാല ഷമാ റെബെഖെനോസിയ ലബ്രഖെനോഷദ രക്ഷസ്യ. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഈ പകൽ വെളിപ്പെടുന്നതിനായി നന്ദി. ഓ ആഴമണ്ഡലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഉടർക്കവൽ കമനാദര ചില പ്രവൃത്തികൾ തന്റെ ജനത്തിന് വേണ്ടി നീ ചെയ്യുന്നതിനായി സ്തോത്രം. കമല ഘടകസ്യ. യേശുവിൻ നാമത്തില് തന്റെ ഭക്തരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്ന കാതുകൾ
തന്റെ ജനത്തിന്റെ ഹൃദയത്തിന്റെ തേങ്ങല്, ആ തേങ്ങല് ഹല്ലേലൂയ നീ കേൾക്കുന്നതിനായി, മറുപടി അയക്കുന്നതിനായി അങ്ങേ വാഴ്ത്തുന്നു. ചുടരമന ഹസ്യാദുരാലഭക്ഷമനഹസ്യ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരുടെ ഭാവി സംബന്ധമായി കരയുന്നവർ, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്ന മക്കൾക്ക് വേണ്ടി ഉടർക്കൽ വൈഡ രഹസ്യാല. ഓ സ്തോത്രം പ്രിയ മാതാവേ, ദൈവാത്മാവ് പറയുന്നു നിന്റെ കണ്ണീരിന് മറുപടിയുണ്ട്. ഓ ഹല്ലേലൂയ, നിന്റെ കണ്ണുനീര് അവൻ തുരുത്തിയിൽ അളന്ന് വെച്ചിട്ടുണ്ട്. അർക്കബലവ ശംദൽ കമനഗസ്യ, അതിന് മറുപടി അവൻ വച്ചിട്ടുണ്ട്. നീ ഒരുപക്ഷെ ഇന്നത്തെ ചുറ്റുപാട് കണ്ട്, നിയമങ്ങൾ കണ്ട്, ഓ സ്തോത്രം നീ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കാം. എന്നാൽ അവന്റെ ഭാവി, ഓ സ്തോത്രം, എന്റെ കയ്യിലാണ് എന്ന് ആത്മാവ് ഇടപെട്ടറിയിക്കുന്നു. ധൈര്യപ്പെടട്ടെ, ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. അങ്ങയുടെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകരം നീട്ടപ്പെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ഉലാവിയതിനായി സ്തോത്രം. കൃത്യമായി ചില വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. ചില ഭയങ്ങൾ എന്നേക്കുമായി നീ നീക്കിക്കളഞ്ഞതിനായി സ്തോത്രം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം.